പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നാളെ വലിയൊരു തിരുനാളല്ലേ, സീറോ മലബാർ സഭയെ സംബന്ധിച്ച് നമ്മുടെ പൂർവ്വ പിതാവായ മാർ തോമസ് സ്ലീഹായുടെ ദുഃഖറാന തിരുനാളാണ്. വെള്ളിയാഴ്ചയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദുഃഖറാന തിരുനാൾ ദിവസത്തിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ, അതായത് ഒരു യാന്ത്രികമായ ഒരു പ്രാർത്ഥനയല്ല, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയല്ല, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് പറയത്തക്ക വിധത്തിൽ വിശ്വാസത്തെ അനുഭവിച്ച ഒരു ആഴവും പരപ്പുമുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് തോമസ് ലീഹയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ നാളെ കടമുള്ള ദിവസമാണ്. നിർബന്ധമായിട്ടും ദേവാലയത്തിൽ പോയിട്ട് പരിശുദ്ധ കുർബാനയിലെ ശുശ്രൂഷകളിൽ മുഴുവൻ പങ്കെടുക്കാനായിട്ട് ഓരോ ദൈവമകനും മകൾക്കും കടമയുണ്ടെന്ന കാര്യം എന്ന് വെച്ചാൽ പറയേണ്ടതില്ലല്ലോ അല്ലേ. ട്യൂഷനുണ്ട്, നേരം വൈകുന്നെന്നും പറഞ്ഞ് നാളെ ഇച്ചിരി നേരം വൈകി പോയാലും ശുശ്രൂഷയിൽ പങ്കെടുത്തുന്നതിൻ്റെ പേരിൽ ജോലിക്ക് ഇച്ചിരി നേരം വൈകിയാലും അല്ലെങ്കിൽ സ്കൂളിൽ പോയി ഇച്ചിരി വഴക്ക് കേട്ടാലൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മളുടെ പഞ്ചിങ്ങിലൊരു ഹാഫ് ഡേ സാലറി പോയേക്കാം, അതൊന്നും സാരമില്ല. അതായത് കടമുള്ള ദിവസത്തിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. കാരണം കർത്താവാണ് നമുക്കിതെല്ലാം തന്നത് എന്ന ഒരു ചിന്ത ഉണ്ടായാൽ നന്ന്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദുഃഖറാനയുടെ തലേ ദിവസം നമുക്ക് ഗലാത്യ 3:9 അവിടെ വചനം പറയാണ്, ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ആകയാൽ വിശ്വാസമുള്ളവർ. പ്രിയ സഹോദരങ്ങളെ, അതായത് അബ്രാഹം വാഗ്ദാനങ്ങൾ അബ്രാഹത്തിന് നൽകപ്പെട്ടത്, അത് ഇന്നും ഈ കാലഘട്ടത്തിലും അനേകം ദൈവമക്കൾക്ക് അത് സാധ്യമാണ്. അബ്രാഹത്തിൻ്റേത് എന്നതുപോലെ ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അത് അനുഭവിക്കാൻ പറ്റുന്നത്, അത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത് വിശ്വാസമുള്ളവർക്കാണ്. അപ്പോൾ എന്താണ് വിശ്വാസം എന്നുള്ളതല്ലേ? അതാണ് ഹെബ്രായ 11:1 പറയുന്നത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങൾക്ക് വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് തരും. നമുക്കൊക്കെ കുറവുകളുണ്ടായിരിക്കും. നമ്മളുടെ തോമസ് ലീഹ ശരിക്കും തോമസ് ലീഹയ്ക്കും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈശോയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഈശോയെ എനിക്കത് വേണം, എനിക്ക് നിൻ്റെ ഒരു ദൈവാനുഭവം വേണം, ഒരു ക്രിസ്തു അനുഭവം വേണം. ആ ഒരു ഉത്കടമായ ആഗ്രഹം ശരിക്ക് ഈശോയ്ക്ക് വേണ്ടി എത്ര മൈലുകൾ യാത്ര ചെയ്തിട്ടാണ് ഇന്ത്യയിൽ വന്നത്. അങ്ങനെ ശരിക്കും രക്തസാക്ഷിത്വം വഹിച്ചുവെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, അത്തരത്തിലുള്ള ഈശോയെ കാണാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹം, യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം, പൂർണ്ണമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹം. ഈ ദുഃഖറാന തിരുനാൾ നാളെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ആഗ്രഹത്തോടെ വേണം നാളത്തെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.